ഹലോ, നമസ്കാരം. സ്മൂത്തനിങ് ഫ്ലോ പോവാനുള്ള റീസൺസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ചർച്ച ചെയ്യുന്നത്. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. സ്മൂത്തനിങ് നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് റിസൾട്ട് കിട്ടാത്ത അവസ്ഥ, അല്ലെങ്കിൽ സ്ട്രൈറ്റനിങ് ആയിക്കോട്ടെ, സ്മൂത്തനിങ് ആയിക്കോട്ടെ, ബോട്ടോക്സ്, കെരാറ്റിൻ ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾക്കൊക്കെ റിസൾട്ട് കിട്ടാതെ പോകുന്നതിന്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഒരു ടൈമിംഗ് കിട്ടാത്തതിന്റെ റീസൺസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഹെയർ ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്കുകളാണ്. അതിന്റെ പെറോസിറ്റി അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഡാമേജിങ് ലെവല്, അതുപോലെ ഹെയറിന്റെ കണ്ടീഷൻസ് ഒക്കെ നോക്കാതെ നമ്മൾ ട്രീറ്റ്മെന്റ് ആരംഭിച്ചാൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നേക്കാം. അപ്പോൾ ഫസ്റ്റ് ഡയഗ്നോസിസ് ആണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അടുത്ത ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ചീപ്പ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. മാർക്കറ്റിൽ പലതരത്തിലുള്ള ക്രീമുകൾ ലഭ്യമാണ്. ക്വാളിറ്റി ഇല്ലാത്ത ക്രീമുകൾ യൂസ് ചെയ്യുന്നത് വഴി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചോളണമെന്നില്ല. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഇംപ്രോപ്പർ കെമിക്കൽ റേഷ്യോസ് ആണ്. നമുക്കറിയാം ഇതൊരു കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഇതിന്റെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ചില ഏരിയയിൽ കൂടി പോവുക, അല്ലെങ്കിൽ ചിലയിടത്ത് കുറഞ്ഞു പോവുക, അല്ലെങ്കിൽ തീരെ കിട്ടാണ്ട അവസ്ഥ വരിക, ഇതൊക്കെ ഈ മുടിന്റെ ഈ റിസൾട്ടിനെ ബാധിക്കും. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ അത് കറക്റ്റ് ആദ്യം തൊട്ട് അവസാനം വരെ കറക്റ്റ് ഒരേ ലെവലിൽ വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അതിന് റിസൾട്ടിനെ സാരമായി തന്നെ ബാധിച്ചേക്കാം. അടുത്ത് വരാവുന്ന ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്ക് ആണ് അയണിങ് ചെയ്യുന്നതിലുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ. അയണിങ് നമുക്കറിയാം, സ്മൂത്തനിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അയണിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് 180 to 230 ഡിഗ്രി സെൽഷ്യസിന്റെ ഉള്ളിലാണ് നമ്മൾ അയണിങ് കൊടുക്കുന്നത്. പക്ഷെ എല്ലാ മുടിക്കും ഒരുപോലെ അല്ല നമ്മൾ ആ ടെമ്പറേച്ചർ സെലക്ഷൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട്, നമ്മൾ പ്രോപ്പർ ആയിട്ട് നമുക്ക് ആ പാസിങ്, ചിലവർക്ക് ഒരു 7 പാസ് വരെ മതിയായിരിക്കും, ചിലർക്ക് ഒരു 11 പാസ് വരെയൊക്കെ വേണ്ടി വന്നേക്കാം. അപ്പൊ ആ നോളജ്, അതായത് ആ ഓരോ ഹെയറും സെലക്ട് ചെയ്യുമ്പോൾ ഓരോന്നിനും കൊടുക്കേണ്ട പാസുകളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു നോളജ് ഇത് ചെയ്യുന്ന വ്യക്തികൾക്ക് ഉണ്ടായിരിക്കണം. അടുത്ത മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ ന്യൂട്രലൈസർ റോങ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതാണ്. പലരും വളരെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു കാര്യമാണ് ന്യൂട്രലൈസിങ്ങിന്റെ ആപ്ലിക്കേഷൻ എന്നുള്ളത്. നമ്മുടെ ക്രീമിന്റെ ആപ്ലിക്കേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂട്രലൈസറും. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള, എല്ലായിടത്തും ഒരുപോലെ ന്യൂട്രലൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ന്യൂട്രലൈസറിന്റെ ടൈമിംഗ് കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കൂടി പോവുകയോ ചെയ്താലും ഒക്കെ നമുക്ക് റിസൾട്ടിനെ ബാധിച്ചേക്കാം. അപ്പോൾ ന്യൂട്രലൈസർ ആപ്ലിക്കേഷന്റെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ എല്ലാവരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ് ആഫ്റ്റർ കെയർ മര്യാദയ്ക്ക് നോക്കാത്ത ഒരു അവസ്ഥ. നമ്മൾ ഇത് ചെയ്യാനായിട്ട് കാണിക്കുന്ന ഒരു ആവേശം പലപ്പോഴും ആഫ്റ്റർ കെയറിൽ കാണിക്കാറില്ല പലരും. അപ്പോൾ നമ്മളൊരു 72 hours റൂൾ എന്ന് പറഞ്ഞ് തന്നെ ഉണ്ട് നമ്മൾ ഇതുപോലുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റുകൾക്ക്. 72 മണിക്കൂർ നേരത്തേക്ക് മുടി വാഷ് ചെയ്യാനോ മുടി ടൈ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മുടിയിൽ വേറെ എന്തെങ്കിലും ഒരു സ്റ്റൈല് ചെയ്യാനായിട്ടോ നനയ്ക്കാനോ ഒന്നും പാടില്ല. ഈവൻ സ്വെറ്റിങ് വരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഈ റിസൾട്ടിനെ നല്ല രീതിയിൽ ബാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു സൾഫേറ്റ് ഫ്രീ ഷാമ്പൂ, കണ്ടീഷണർ, സിറംസ് ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്, കൊടുത്തയക്കാറുമുണ്ട്. അത് തന്നെ കൃത്യമായിട്ട് യൂസ് ചെയ്യുക. അല്ലാതെ നമ്മൾ മറ്റു ഷാമ്പൂ കാര്യങ്ങളോ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ മുടിയുടെ ആ ഒരു ഭംഗിനെ അല്ലെങ്കിൽ അതിന്റെ ലാസ്റ്റിങ്ങിനെ ഒക്കെ ബാധിച്ചേക്കാം. അപ്പോൾ കൃത്യമായിട്ടുള്ള ആഫ്റ്റർ കെയർ സർവീസും കൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്മൂത്തനിങ് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. കുറേ നാളത്തേക്ക് നമുക്ക് നീണ്ടു നിൽക്കുന്ന നല്ല അടിപൊളി റിസൾട്ട് കിട്ടാനും അത് ഉപകരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.